നമുക്ക് ഒറ്റയ്ക്ക് ഇത് നിർത്താനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം നിർത്തുമ്പോൾ നമുക്ക് തലവേദന വരും, അതുപോലെ തന്നെ ക്ഷീണം വരും, കഴിവില്ലാത്ത പോലെ തോന്നും, എനർജി ഇല്ലാത്ത പോലെ തോന്നും. അങ്ങനെയൊക്കെ കാരണമാണ് പല ആളുകളും നിർത്താത്തത്. കൂളിപ്പാണെങ്കിലും അതിൻ്റെ അകത്ത് ടൊബാക്കോ ആണ്. അതിൻ്റെ അകത്തൊക്കെ ധാരാളം ആളുകൾക്കാണ് ഇപ്പോൾ കൂളിപ്പ് കാരണം ഉണ്ടാവും. മൊബൈൽ ആപ്പുകളുണ്ട്. നമ്മൾ ഈ ദിവസം എത്ര വലിച്ചു എന്നിട്ട് കുറച്ച് കൊണ്ടുവരാൻ. ചില ആളുകളൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് നിർത്തിയ ആളുകൾ എൻ്റെ ഉണ്ട്. നിർത്താൻ ഒരു ആഗ്രഹം ഇല്ലാത്തവർക്ക് ഇത് കണ്ടിട്ട് ഒരു പ്രയോജനം ചെയ്യില്ല. ഹായ്, നിങ്ങൾക്ക് പുകവലിയും അതുപോലെ കൂളിപ്പും ഒക്കെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താനായിട്ട് കഴിയാതിരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. കാരണം പല ആളുകളും ഇത് നിർത്താൻ ശ്രമിച്ച് അവർ ഫെയിൽ ആകാറുണ്ട്. അതിന് കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഇത് വളരെ വ്യക്തമായിട്ട് അറിയണം. കാരണം ധൈര്യത്തോടെ ഞാനിത് നിർത്തുമെന്ന് പറയുന്നവർക്ക് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നിർത്താൻ ഒരു ആഗ്രഹം ഇല്ലാത്തവർക്ക് ഇത് കണ്ടിട്ട് ഒരു പ്രയോജനം ചെയ്യില്ല. നിങ്ങൾ ആരെങ്കിലും കൂളിപ്പോ അതുപോലെ സ്മോക്കിങ്ങോ നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ കൂളിപ്പാണെങ്കിലും അതുപോലെ സ്മോക്ക് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ടൊബാക്കോ ചൂ ചെയ്യുവാണെങ്കിലും ഇതൊരു സ്റ്റൈലല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഇതൊരു അടിമത്വം. എന്താണ്? നമ്മുടെ മനസ്സിന് ഒരു കെമിക്കൽ അടിമത്വമാണ് സംഭവിക്കുന്നത്. അതായത് നമ്മളിത് വലിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചവയ്ക്കുന്ന സമയത്തോ നമുക്ക് കിട്ടുന്ന ആ കിക്ക്, അതിനോടുള്ള അടിമ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ഇത് നിർത്താനായിട്ട് നമുക്ക് പറ്റാത്തതും. ആ ഒരു എനർജി നമുക്ക് എപ്പോഴും കിട്ടുന്നത് കൊണ്ട് നമുക്കത് നിർത്താനായിട്ട് കഴിയുന്നില്ല. കാരണം അത് നിർത്തുമ്പോൾ നമുക്ക് തലവേദന വരും, അതുപോലെ തന്നെ ക്ഷീണം വരും, കഴിവില്ലാത്ത പോലെ തോന്നും, എനർജി ഇല്ലാത്ത പോലെ തോന്നും. അങ്ങനെയൊക്കെ കാരണമാണ് പല ആളുകളും നിർത്താത്തത്. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രോബ്ലംസ് ആദ്യം മനസ്സിലാക്കണം. ഇത് നിർത്തിയാൽ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാനിത് നിർത്താനായിട്ട് ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ നിക്കോട്ടിനിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പം നിക്കോട്ടിൻ ചൂയിങ് ഗം വാങ്ങിക്കണം. നിക്കോട്ടിൻ ചൂയിങ് ഗം നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഇത് നിർത്താനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം ഒത്തിരി നാൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പതിയെ ആ ഒരു പരിചയത്തിൽ നിന്നും പതുക്കെ മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. അതിനുവേണ്ടിയാണ് നമ്മൾ നിക്കോട്ടിൻ ചൂവിങ് ഗം ഉപയോഗിക്കേണ്ടത്. അതായത് ഇതൊരു സേഫ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. NRT, നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിക്കോട്ടിൻ ഗമ്മിനെ കുറിച്ച് ആദ്യം പറയാം. ഇപ്പം നിക്കോട്ടിൻ ഗം എന്ന് പറഞ്ഞാൽ 2 മില്ലിഗ്രാമാണ്. ചെറിയായിട്ട് ഡിപ്പെൻഡൻസി ഉള്ളവർക്ക് 2 മില്ലിഗ്രാമിൻ്റെ ചൂവിങ് ഗം മതിയാവും. നല്ലവണ്ണം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ദിവസത്തിൽ 20-ലധികം സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ നമ്മൾ 4 മില്ലിഗ്രാമിൻ്റെ ചൂവിങ് ഗം വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറോട് ചോദിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. 1 മണിക്കൂറിൽ 1 ചൂവിങ് ഗം, ദിവസത്തിൽ പരമാവധി 10 മുതൽ 12 ചൂവിങ് ഗം ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമുക്ക് പെട്ടെന്ന് സിഗരറ്റ് വലിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ, അപ്പോൾ തന്നെ ഈ ചൂവിങ് ഗം എടുത്തിടുക, അത് ചവച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് പൂർത്തിയാക്കരുത്. ഇതിങ്ങനെ വായിക്കാത്ത തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും വലിക്കാൻ തോന്നുമ്പോൾ അത് വീണ്ടും ചവയ്ക്കുക. ആ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഒരു 3 മുതൽ 4 മാസം കൊണ്ടൊക്കെ സാധാരണ ഇതിൽ മാറ്റാനായിട്ട് പറ്റും. പതുക്കെ നമുക്കിത് കുറച്ച് ഈ ഗമ്മിൽ നിന്ന് മാറ്റി ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും രക്ഷപ്പെടാനായിട്ട് പറ്റും. ഇതൊരു നല്ലൊരു മാർഗ്ഗമാണ്. ചില പേഷ്യൻസ് ഒക്കെ ചെയ്യുന്ന കാര്യം, ഇവർ ഈ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിക്കോട്ടിൻ ചൂവിങ് ഗം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് നിക്കോട്ടിൻ ചൂവിങ് ഗം ഉപയോഗിക്കും, അതിനുശേഷം 20 സിഗരറ്റ് വലിക്കുകയും ചെയ്യും. ഇങ്ങനൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മളൊരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യവും ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് നിക്കോട്ടിൻ പാച്ച്. ഇത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടില്ല, മിക്കവാറും ഡോക്ടറിൻ്റെ അടുത്ത് പോയാലേ കിട്ടുള്ളൂ. ഒരു ദിവസം മുഴുവൻ പുകയിലൂടെ ആഗ്രഹം വരാതിരിക്കാൻ വേണ്ടി ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ്. ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ അത് വളരെ അവൈലബിൾ ആണ്. 24 മണിക്കൂർ ആ പാച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് നിക്കോട്ടിൻ ചെറുതായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിഗരറ്റ് വലിക്കാനായിട്ട് തോന്നുന്നില്ല. 21 മില്ലിഗ്രാമിൻ്റെ പാച്ച് ഉണ്ട്. അത് പതിവായി കൂടുതൽ പുകവലി ഉപയോഗിക്കുന്നവർക്കായിട്ട് ഈ പാച്ച് ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. 40 മില്ലിഗ്രാമിൻ്റെ പാച്ചും ഉണ്ട്. അത് മിതമായിട്ട് സിഗരറ്റ് വലിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. 7 മില്ലിഗ്രാമിൻ്റെ പാച്ച് ഉണ്ട്. അതായത് നമ്മൾ കുറച്ച് അവസാനത്തെ ഘട്ടത്തിലൊക്കെ 7 മില്ലിഗ്രാമാണ് വയ്ക്കുന്നത്. ഇത് കൈയുടെ ഭാഗത്ത്, നെഞ്ചിൽ അല്ലെങ്കിൽ നമ്മുടെ പിൻഭാഗത്ത് ദിവസം 1 മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഓരോ 24 മണിക്കൂറിലും ഇതിങ്ങനെ മാറ്റുന്ന ഒരു പരിപാടിയാണ്. അതും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് നമുക്ക് ഇത് സ്കിന്നിൽ ഒട്ടിക്കുന്ന സമയത്ത് ചില അലർജി ഉണ്ടാവാം. പിന്നെ ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ നെറ്റി എണീക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് സാധാരണയുള്ള സൈഡ് എഫക്റ്റ്. അല്ലാതെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം നമ്മൾ സിഗരറ്റ് വലിക്കുന്ന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ കുറവാണ്. ഇനി രണ്ടും കൂടെ കോമ്പിനേഷൻ തെറാപ്പി ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചിട്ടുള്ള തെറാപ്പി ഉണ്ട്. ഒത്തിരി അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് കൊടുക്കും. അത് ഗമ്മ് മാത്രം പോരാ, അതിനോടൊപ്പം പാച്ചും കൂടെ ചേർത്തിട്ട് വേണം. അപ്പം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിനും നമ്മളൊരു ഡോക്ടറോട് ചോദിച്ച് തീരുമാനം എടുക്കാൻ പറ്റും. നിക്കോട്ടിൻ ഗമ്മ് ഉപയോഗിക്കാം, നിക്കോട്ടിൻ പാച്ച്. അപ്പം നമ്മൾ പെട്ടെന്ന് ആഗ്രഹം ചിലപ്പോൾ ഉണ്ടാവില്ല സിഗരറ്റ് വലിക്കാൻ. ആ സമയത്ത് ചൂവിങ് ഗം ഉപയോഗിക്കാം. പക്ഷെ ഒരു ദിവസം മൊത്തമായിട്ട് കിട്ടാൻ വേണ്ടി സ്റ്റിക്കർ ഉപയോഗിക്കാം. മനസ്സിലായി? പിന്നെ കൗൺസിലിംഗ് വളരെ എഫക്റ്റീവ് ആണ്. റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലൊക്കെ പോയി നമ്മളിത് കൗൺസിൽ ചെയ്യണം. അതായത് ഇത് വലിക്കാതിരിക്കാനുള്ള നമ്മുടെ മനസ്സിനകത്തൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ അടിമത്തം നമ്മുടെ മോചിപ്പിക്കാനായിട്ട് നമ്മൾ കൗൺസിൽ ചെയ്യുന്നത് നല്ലതാണ്.
വളരെയധികം തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത്തരത്തിലുള്ള ടൊബാക്കോ ക്ലിനിക്സിൽ പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കുന്ന വളരെ നല്ല. ഒരു 3 മുതൽ 6 മാസം നമ്മൾ സിഗരറ്റ് വലിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഹാബിറ്റ് അങ്ങ് മാറും. കൂളിപ്പാണെങ്കിലും അതുപോലെ തന്നെയാണ്. കൂളിപ്പാണെങ്കിലും അതിൻ്റെ അകത്ത് ടൊബാക്കോ ആണ്. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം വായിൻ്റെ അകത്തൊക്കെ ധാരാളം ആളുകൾക്കാണ് ഇപ്പോൾ കൂളിപ്പ് കാരണം ഉണ്ടാവുന്നത്. ഇനി മൊബൈൽ ആപ്പുകളുണ്ട്, പലതരത്തിലുള്ള മൊബൈൽ ആപ്പുകളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ക്വിറ്റ് നൗ എന്നുള്ള ആപ്പുണ്ട്, സ്മോക്ക് ഫ്രീ എന്ന ആപ്പ്, മൈ ക്വിറ്റ് കോച്ച് എന്നൊരു ആപ്പുണ്ട്. ഇതിലൂടെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ദിവസം എത്ര വലിച്ചു എന്നിട്ട് കുറച്ച് കൊണ്ടുവരാനും നമുക്ക് മറ്റുള്ളവർക്ക് കാണാനായിട്ട് പറ്റും. എൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ ഷെയർ ചെയ്യാറുണ്ട്. പുകവലി അല്ലെങ്കിൽ കൂളിപ്പ് നിർത്തണമെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ആകണം. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫോമാണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടൊരു ഡേറ്റ് തീരുമാനിക്കണം. ഞാൻ ഈ 15-ന് പുകവലി നിർത്തും, ഞാൻ ഈ 1-ാം തീയതി നിർത്തും. അത് നിങ്ങൾ അക്കൗണ്ടബിലിറ്റി ചെയ്യണം. നിങ്ങളത് മറ്റുള്ളവരോട് പറയുകയോ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയുകയോ ചെയ്യുക. അപ്പോൾ നമുക്ക് അത് പാലിക്കാനായിട്ട് കുറച്ചും കൂടെ തോന്നും. ഇനി മെഷറബിൾ ആയിരിക്കണം. അതായത് എത്ര ദിവസം കൊണ്ട് ഞാൻ കുറയ്ക്കുമെന്നുള്ളൊരു തീരുമാനം എടുക്കണം. അതായത് 30 ദിവസം കൊണ്ടാണോ നിർത്തുന്നത്, 3 മാസം കൊണ്ടാണോ തീർത്തുന്നത്, ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് മെഷറബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ട് പതുക്കെ തീരുമാനം എടുക്കുന്നതാണല്ലോ. 3 മാസം കൊണ്ട് ഞാൻ നിർത്തണം എന്നുള്ള തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത ലെറ്റർ എന്താ? എ. ഞാൻ നേരത്തെ പറഞ്ഞു, അനൗൺസ് ചെയ്യണം. നമ്മളത് പുറത്തോട്ട് പറയണം, എങ്കിൽ മാത്രമേ നമുക്കും തോന്നുള്ളൂ അത് ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി 6, ഇത് റിലവൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാം. റിലവൻ്റ് ആണെന്ന് തോന്നുന്നത് എൻ്റെ കുഞ്ഞിനായിട്ട് ഞാൻ നിർത്തും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കായിട്ട് ഞാൻ നിർത്തും, എൻ്റെ ആരോഗ്യത്തിനായിട്ട് നിർത്തും എന്നുള്ളൊരു തീരുമാനം എടുക്കണം. എന്തിനാണ് നിങ്ങൾ നിർത്തുന്നതെന്ന് നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടാവണം. ഇനി ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യണം. ട്രിഗേഴ്സ് എന്താണ്? നമുക്ക് സാധാരണ ആഷ്ട്രേ കാണുമ്പോൾ സിഗരറ്റ് വലിക്കാനായിട്ട് തോന്നും. നമ്മൾ സാധാരണ പുക വലിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ വീണ്ടും സിഗരറ്റ് വലിക്കാനായിട്ട് തോന്നും. നമ്മുടെ കാറിൻ്റെ അകത്ത് ഒരു സിഗരറ്റിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ, നമുക്ക് പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വലിക്കാനായിട്ട് തോന്നും. അങ്ങനെയുള്ള ട്രിഗറുകൾ ഒഴിവാക്കുക, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. അങ്ങനെ ആയാലും ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് നിർത്താനായിട്ട് വരും. ചില ആളുകളൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് നിർത്തിയ ആളുകൾ ഉണ്ട്. ധാരാളം ആളുകൾ അങ്ങനെ കമന്റ് കണ്ടു. എനിക്ക് വളരെ സന്തോഷമായി അത് കണ്ടപ്പോൾ. പക്ഷെ അങ്ങനെ നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നിർത്തണമെന്ന് നല്ലോണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്മാർട്ട് എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂളിപ്പ് ആണെങ്കിലും ടൊബാക്കോ ആണെങ്കിലും ഒക്കെ നിർത്താനായിട്ട് പറ്റും. പലരും ചോദിക്കുന്ന ഒരു കാര്യം, കൂളിപ്പ് ആണെങ്കിലും ടൊബാക്കോ ആണെങ്കിലും നമ്മൾ എന്തിന് നിർത്തണം? നമുക്ക് റിവേഴ്സിബിൾ കോസസ് ഉണ്ട്, മരണത്തിനുള്ള റിവേഴ്സിബിൾ കോസസ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൊബാക്കോയും ആൽക്കഹോളുമാണ്. അത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ അസുഖങ്ങൾ തടയാനായിട്ട് പറ്റും. ആദ്യം പറയുകയാണെങ്കിൽ ലങ് ഡിസീസ്. നമുക്ക് COPD എന്ന അസുഖമുണ്ട്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. നമുക്ക് ശ്വാസമുട്ടൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പ്രായമാകുമ്പോഴൊക്കെയാണ് കൂടുതൽ ഉണ്ടാകുന്നത് ക്രോണിക് ബ്രോങ്കൈറ്റിസ്, എംഫസീമ എന്നൊക്കെ പറഞ്ഞ അസുഖം. ഇതുണ്ടാകുന്നത് കൂടുതലും പുകവലിക്കുന്ന ആളുകളിലാണ്. അതുമാത്രമല്ല, ലങ് ക്യാൻസർ ഉള്ള വ്യക്തികളിൽ ചെക്ക് ചെയ്യുമ്പോൾ 85% ആളുകൾ സിഗരറ്റ് വലിക്കുന്നവരാണ്. പിന്നെ സിഗരറ്റ് വലിക്കുന്നവർക്കാണ് കൂടുതൽ ന്യൂമോണിയയും ലങ് പ്രോബ്ലം ഉണ്ടാകും. നോക്കി എന്തുമാത്രം അസുഖമാണ്. ഇത് കൂടാതെ ഹൃദയത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാവും, അതുപോലെ ബ്ലഡ് വെസൽസിന് പ്രോബ്ലം ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രക്തസമ്മർദ്ദം കുറേ നാൾ കഴിയുമ്പോൾ പുകവലിക്കുന്നവർക്ക് വരാം. ആത്രോസ്ക്ലിറോസിസ് എന്ന് പറയും, ഈ നാരോയിങ് ബ്ലഡ് വെസൽസ് ചുരുങ്ങാം. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ സപ്ലൈ നമ്മുടെ ഹാർട്ടിലോട്ടും ബ്രെയിനിലോട്ടും കുറയാം ഇത്തരം ആളുകൾ. പിന്നെ ഇത് കുറേ നാൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലങ്ങിന് മാത്രമല്ല ക്യാൻസർ ഉണ്ടാകുന്നത്. നമുക്ക് ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഈ കൂളിപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായ്ക്കകത്ത് വരാം, അതുപോലെ ത്രോട്ടിൽ വരാം, അന്നനാളത്തിൽ വരാം, സ്റ്റൊമക്കിൽ വരാം, പാങ്ക്രിയാസിൽ വരാം, കിഡ്നിയിൽ വരാം, ബ്ലാഡറിൽ വരാം. സ്ത്രീകളിലാണെങ്കിൽ സെർവിക്സിൽ വരെ ഈ ടൈപ്പ് ക്യാൻസർ ഉണ്ടാകും ഈ ടൊബാക്കോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് വന്ധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ജനിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഈ ലോ സ്പേം കൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ സ്പേമിൻ്റെ ക്വാളിറ്റി പ്രശ്നം വരാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ നമുക്ക് മിസ്കാരേജ്, അതായത് അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ പറയുവാണെങ്കിൽ ധാരാളം പ്രശ്നമുണ്ട്. ഇപ്പോൾ സ്കിന്നിന് പ്രോബ്ലം ഉണ്ട്, വായിക്കാത്ത പ്രോബ്ലം ഉണ്ട്, പ്രായം കൂടുതലായിട്ട് തോന്നും, നമുക്ക് മുഖത്തൊക്കെ ചുളിവുകൾ ഉണ്ടാവും, പല്ല് ദ്രവിക്കും, ബാഡ് സ്മെൽ ഉണ്ടാവും, പല്ല് മഞ്ഞ കളറിലോട്ട് മാറും. ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുവാണെങ്കിൽ അത്രമാത്രം പ്രശ്നമാണ് കൂളിപ്പും ഈ ടൊബാക്കോ സ്ഥിരമായിട്ട് ഉപയോഗിച്ചത്. നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് വീണ്ടും അസുഖം വരാൻ സാധ്യതയുണ്ട്. ഒരു കുറച്ച് എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലേ? ഒരു സുഹൃത്തുമായിട്ട് നമ്മളൊരു സ്മാർട്ട് ആകാനും സ്റ്റൈലിഷ് ആകാനും ഒക്കെയാണ് സിനിമയിലൊക്കെ കാണുന്നത് കണ്ടിട്ടാണ് നമ്മൾ സിഗരറ്റ് വലി തുടങ്ങുന്നത്. പക്ഷെ അത് നിർത്താൻ പറ്റാതെ ആകുമ്പോഴാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. കാരണം ഇതിൽ ഡിപ്പെൻഡ് ആവാണ്. നമ്മളിത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസൈറ്റി വരും, ഡിപ്രഷൻ വരും, വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇത് നിർത്താനുള്ള പല മാർഗ്ഗങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പാസീവ് സ്മോക്കിങ്ങും പ്രശ്നമാണ്. ഇതിനാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തികളെയും അവർക്ക് ആസ്മയും ഹാർട്ട് അറ്റാക്കും ക്യാൻസറും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഈ പുക വലിക്കരുത്. പ്രത്യേകിച്ചും സ്ത്രീകളും ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും ഒന്നും ഇത് തൊട്ടടുത്തിരുന്ന് വലിക്കുവാണെങ്കിൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളെ മാത്രമല്ല കൊല്ലുന്നത്, നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെയും കൊന്നുകൊണ്ടിരിക്കുക. ഇതൊരു ജസ്റ്റ് ഒരു ബാഡ് ഹാബിറ്റ് മാത്രമല്ല. അപ്പോൾ ഇതൊരു അഡിക്ഷനാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ലങ്, ഹാർട്ട്, ബ്രെയിന്, സ്കിന്ന് എല്ലാത്തിനും പ്രോബ്ലം ഉണ്ടാക്കും. നിങ്ങളുടെ ലൈഫ് സ്പാനും പ്രോബ്ലം ഉണ്ടാക്കും. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫ് സ്പാനും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്, അല്ലേ? ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്മാർട്ട് എന്നുള്ള മെത്തേഡിലൂടെ നമുക്ക് ഈ കൂളിപ്പ് ആണെങ്കിലും അതുപോലെ സ്മോക്കിങ് പൂർണ്ണമായിട്ടും തടയാനായിട്ട് പറ്റും.
അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.